അനേകം മേഖലകൾ, നിരവധി തൊഴിലവസരങ്ങൾ. നമസ്കാരം. എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന തൊഴിലവസരങ്ങളിലേക്ക്. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാകാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. ആകെ 250 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഏതെങ്കിലും വിഷയത്തിൽ 60% മാർക്കോടെയുള്ള ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത. പട്ടിക വിഭാഗക്കാർക്ക് 55% മാർക്ക് മതിയാകും. കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. പ്രായം 21-നും 30-നും ഇടയിൽ. അർഹരായവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. ശമ്പളം 50,925 മുതൽ 96,765 രൂപ വരെ. ഓൺലൈൻ പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. കേരളത്തിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം, മലപ്പുറം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. അപേക്ഷാ ഫീസ് 1000 രൂപയാണ്. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും പൊതുമേഖല ജനറൽ ഇൻഷുറൻസ് കമ്പനി സ്ഥിരം ജീവനക്കാർക്കും 280 രൂപയാണ് ഫീസ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജനുവരി 23. വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾക്കായി uiic.co.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ വിവിധ യൂണിറ്റുകളിലും വർക്ക്ഷോപ്പുകളിലും അപ്രന്റീസ്ഷിപ്പിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. DRM അജ്മീർ, ബിക്കാനർ, ജയ്പൂർ, ജോധ്പൂർ, BTC കാരേജ് അജ്മീർ, കാരേജ് വർക്ക്ഷോപ്പ് ബിക്കാനർ, ജോധ്പൂർ, BTC ലോക്കോ അജ്മീർ എന്നിവിടങ്ങളിലാണ് അവസരങ്ങൾ. ആകെ 1646 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇലക്ട്രിക്കൽ, കാർപ്പൻ്റർ, പെയിൻറ്റർ, മെയ്സൺ, പൈപ്പ് ഫിറ്റർ, ഡീസൽ മെക്കാനിക്, പവർ ഇലക്ട്രീഷ്യൻ, വെൽഡർ, മെക്കാനിക്, മെഷീൻ ടൂൾ മെയിൻ്റനൻസ്, മെഷീനിസ്റ്റ് തുടങ്ങിയ ട്രേഡുകളിലാണ് ഒഴിവുകൾ. യോഗ്യത 50% മാർക്കോടെയുള്ള 10ാം ക്ലാസ് ജയം അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ ബന്ധപ്പെട്ട ട്രേഡിൽ ITI പാസ്സായിരിക്കണം. പ്രായം 15-നും 24-നും ഇടയിൽ. അർഹരായവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. യോഗ്യതാ പരീക്ഷയിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപേക്ഷാ ഫീസ് 100 രൂപ. വനിതകൾ, പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ഫീസില്ല. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ഫെബ്രുവരി 10. കൂടുതൽ വിവരങ്ങൾക്ക് www.rrcjaipur.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനിൽ ജില്ലാ കോർഡിനേറ്റർ അല്ലെങ്കിൽ പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ്, വാർഡൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നീ തസ്തികകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കരാർ നിയമനമാണ്. ജില്ലാ കോർഡിനേറ്റർ അല്ലെങ്കിൽ പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് MBA ഫിനാൻസ് അല്ലെങ്കിൽ MCOM ഫിനാൻസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ബാങ്കിലോ ഫിനാൻസ് സ്ഥാപനങ്ങളിലോ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 42 വയസ്സ്. 30,000 രൂപയാണ് ശമ്പളം. SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള വനിതകൾക്ക് വാർഡൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഗവൺമെൻറ് ഹോസ്റ്റലുകളിൽ വാർഡനായോ അസിസ്റ്റന്റ് വാർഡനായോ ഉള്ള 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. 20,000 രൂപയാണ് ശമ്പളം. പ്രായം 25-നും 50-നും ഇടയിൽ. അസിസ്റ്റന്റ് വാർഡൻ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാനുള്ള വിദ്യാഭ്യാസ യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യമാണ്. അപേക്ഷകർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. സമാന മേഖലയിൽ 6 മാസത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. 15,000 രൂപയാണ് ശമ്പളം. പ്രായം 25-നും 50-നും ഇടയിൽ. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജനുവരി 25. കൂടുതൽ വിവരങ്ങൾക്ക് www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്ത് പ്രവർത്തിക്കുന്ന കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിലേക്ക് കിഴങ്ങുവിളകളുടെ ജൈവ കൃഷിക്ക് ആവശ്യമായ ജൈവവളങ്ങളായ വെർമി കമ്പോസ്റ്റ്, ജീവാമൃതം, ബീജാമൃതം,
പഞ്ചഗവ്യ എന്നിവയുടെ ഉൽപ്പാദനവും ഉപയോഗവും, ജൈവകൃഷിക്കുള്ള സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ നൈപുണ്യ വികസന പരിശീലനത്തിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് അവസരം. അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഓർഗാനിക് അഗ്രികൾച്ചർ എന്നിവയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ VHSC അഗ്രികൾച്ചറാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രായം 18-നും 35-നും ഇടയിൽ. 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. പ്രതിമാസം 10,000 രൂപയാണ് സ്റ്റൈപ്പൻഡായി ലഭിക്കുന്നത്. താൽപ്പര്യമുള്ള യുവതികൾ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നീ രേഖകളുമായി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ ജനുവരി 31 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് അഭിമുഖത്തിന് എത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.ctcri.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ സീനിയർ റിസർച്ച് ഫെല്ലോയുടെ ഒരു ഒഴിവിലേക്ക് ജനുവരി 30-ാം തീയതി രാവിലെ 10 മണിക്ക് എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. കരാർ നിയമനമാണ്. യോഗ്യത MSc അഗ്രികൾച്ചർ, സ്പെഷ്യലൈസേഷൻ ഇൻ അഗ്രോണമി, സോയിൽ സയൻസ്, ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ MSc എൻവയോൺമെൻ്റൽ സയൻസ്, MSc കെമിസ്ട്രി, കൂടാതെ നെറ്റ് യോഗ്യത എന്നിവ ഉണ്ടായിരിക്കണം. 31,000 രൂപയാണ് ശമ്പളം. പ്രായം പുരുഷന്മാർക്ക് 35-ഉം സ്ത്രീകൾക്ക് 40 വയസ്സുമാണ്. അർഹരായവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫോട്ടോ പതിച്ച ബയോഡാറ്റയും അനുബന്ധ രേഖകളും വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും സഹിതം ജനുവരി 30-ാം തീയതി രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ എത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.ctcri.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡിൽ കമ്പനി സെക്രട്ടറി, മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, ഫിനാൻസ് അസിസ്റ്റന്റ്, ക്ലർക്ക് എന്നീ തസ്തികകളിലേക്ക് നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. കരാർ നിയമനമാണ്. ഫിനാൻസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുവാനുള്ള യോഗ്യത കൊമേഴ്സിൽ ബിരുദമാണ്. കൂടാതെ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായം 23-നും 35-നും ഇടയിൽ. 45,000 രൂപയാണ് ശമ്പളം. മറ്റ് തസ്തികകൾ, യോഗ്യത എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജനുവരി 24. ഇന്ത്യൻ ആർമിയിൽ 56-ാമത് NCC സ്പെഷ്യൽ എൻട്രി സ്കീം പ്രവേശനത്തിന് അവിവാഹിതരായ പുരുഷന്മാർക്കും വനിതകൾക്കും ഇപ്പോൾ അപേക്ഷിക്കാം. 55 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഷോർട്ട് സർവീസ് കമ്മീഷൻ വിജ്ഞാപനമാണ്. 50% മാർക്കോടെ ബിരുദം നേടിയവർക്കും തത്തുല്യ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. കൂടാതെ NCC സീനിയർ ഡിവിഷൻ അല്ലെങ്കിൽ വിങ്ങിൽ 3 or 2 വർഷം പ്രവർത്തിച്ചിരിക്കണം. NCC C സർട്ടിഫിക്കറ്റ് പരീക്ഷയിൽ B ഗ്രേഡ് നേടിയിരിക്കണം. സർവീസിലിരിക്കെ പരിക്കേറ്റവരുടെയും മരണപ്പെട്ടവരുടെയും കാണാതായവരുടെയും മക്കൾക്ക് NCC C സർട്ടിഫിക്കറ്റ് ബാധകമല്ല. പ്രായം 2024 ജൂലൈ 1-ന് 19-നും 25-നും ഇടയിൽ. SSB വഴിയുള്ള ഇൻ്റർവ്യൂ, ശാരീരിക ക്ഷമതാ പരിശോധന, വൈദ്യ പരിശോധന എന്നിവ മുഖേനയാണ് തിരഞ്ഞെടുപ്പ്. യോഗ്യതാ മാനദണ്ഡങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. 2024 ഫെബ്രുവരി 6 ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. ഇതോടെ ഈ ആഴ്ചയിലെ തൊഴിലവസര വാർത്തകൾ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.